ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട രൂപതയുടെ പ്രോട്ടോ സെൻ്റ് ജൂലിയോസ് മോൺസിഞ്ഞോർ തലത്തിൽ പ്രിയപ്പെട്ട മറ്റ് അച്ഛന്മാരെ, എൽഫോൻസ കോളേജിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി അച്ച, ഏറ്റവും പ്രിയങ്കരനായ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ അഗസ്റ്റിൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, പ്രിയപ്പെട്ട വേലി കുടുംബാംഗങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ പ്രാർത്ഥനയിലാണ്. നമുക്ക് പ്രിയപ്പെട്ട ജോസച്ചൻ്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതിനും പരിശുദ്ധ കുർബാന അർപ്പിച്ച് തിരുസന്നിധിയിലേക്ക് അദ്ദേഹത്തെ യാത്ര ആക്കുന്നതിനും വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ഒന്നിക്കുന്നത്. കർത്താവിനെ സ്തുതിച്ച് സ്വർഗപ്രാപ്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛന് വടവാതിൽ സെമിനാരിയിൽ പഠിച്ച് നമ്മളുടെ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്ന് 1994 തിരുപ്പട്ടം സ്വീകരിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം തീർച്ചയായിട്ടും പെനാട്, ഇലഞ്ഞി, കാഞ്ഞിരമറ്റം, രാമപുരം എന്നീ സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻതിയായിട്ട് സേവനമനുഷ്ഠിച്ചു. അതേ തുടർന്ന് അദ്ദേഹം നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച് ഗവേഷണ വിദ്യാർത്ഥിയായി പഠിപ്പിക്കലിൻ്റെ ആദ്യ ഭാഗമായിട്ടുമെല്ലാം അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നു. അതിനിടയിൽ അദ്ദേഹം പടിവാരം സെമിനാരിയിൽ 2 വർഷത്തോളം പഠിപ്പിച്ചു. 2005 മുതൽ നമ്മളുടെ എൽഫോൻസ കോളേജിൽ ഇംഗ്ലീഷ് അധ്യയനത്തിൽ അതിൻ്റെ ജോഡിയായിട്ട് ഇന്ന് ബറായിട്ട് എല്ലാം അദ്ദേഹം വളരെ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ അടുത്ത നാളിലാണ് PhD. അതേപ്രകാരം ഞാൻ പബ്ലിക് ഡിഫൻസിൽ ഓൺലൈനിൽ പ്രവേശിക്കുകയും അദ്ദേഹത്തിൻ്റെ അതിസമർത്ഥമായ രീതിയിലുള്ള പ്രബന്ധ അവതരണവും പാനലിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള നല്ല ഉത്തരവും എല്ലാം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. അച്ഛൻ വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത ആളാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അച്ഛൻ നമ്മിൽ നിന്ന് യാത്രയാകുന്നത്. പരിശുദ്ധ പിതാവ് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ ദിവസത്തിൽ പുറപ്പെടുവിച്ച ഒരു അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പേര് അച്ഛന്മാർ പലരും ഇതിനോടകം ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലൗദാത്തെ ദൈവം എന്നാണ്. പ്രൈസ് ഗോഡ് ഫോർ ഓൾ ഹിസ് ക്രീച്ചേഴ്സ്. ലൗദാത്തെ ദൈവം. അതിനു മുമ്പ് പരിശുദ്ധ പിതാവ് തന്നെ ഒരു എൻസൈക്ലിക്കൽ ലൗദാത്തോ സി എന്ന പേരിൽ എഴുതിയിരുന്നു. നമ്മളത് സാമാന്യം വിപുലമായിട്ട് ചർച്ച ചെയ്യുകയും സഭയിലാകമാനം ദൈവത്തിലൂടെ സൃഷ്ടജാലങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കണം എന്ന് പരിശുദ്ധ പിതാവ് അതിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അപ്പോസ്തലികന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ 2 തിരുവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം പോലും കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വസ്ത്രത്തെപ്പറ്റിയും എന്തിന് ആകുലപ്പെടുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. ആദ്യത്തെ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ 2 തിരുവചനങ്ങളാണ്. ആ പാരഗ്രാഫിൽ തന്നെ മറ്റൊരു തിരുവചനം കൂടെ പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുന്നത്
ലൂക്കായുടെ സുവിശേഷം 12:6 5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ഈ 2 തിരുവചനങ്ങളാണ് ലൗദാത്തെ ദൈവം എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ അടിസ്ഥാനപരമായ തിരുവചനമായിട്ട് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് രണ്ടും ഓരോ മനുഷ്യനെക്കുറിച്ചും ഓരോ ചെറിയ ജീവിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചാണ്. നമ്മളെ എത്രമാത്രം ഉത്കണ്ഠാകുലരായാലും വ്യഗ്രചിത്തരായാലും ആയുസ് നമുക്ക് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റില്ല. സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദൈവം അളന്നാണല്ലോ ജീവൻ നൽകുന്നത്. ദൈവം അളന്നാണ് നമുക്ക് ജീവൻ വർഷങ്ങൾ നൽകുന്നത്. യോസേഫിന് 54 വർഷങ്ങൾ ദൈവം അളന്ന് നൽകിയതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആപ്തവാക്യമാണ്, യൗവനത്തിൽ നല്ലത് വിതച്ചാൽ വാർദ്ധക്യത്തിൽ സന്തോഷവും സമാധാനവും കൊയ്തെടുക്കാം. നമ്മൾ വൈദികർ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമതാണ്. നമ്മൾ ഓടി നടന്ന് ദൈവത്തെ സ്തുതിച്ച് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, നമുക്ക് പ്രായമാകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം നമുക്ക് അത് സ്വർഗവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു പിടിവള്ളിയായിട്ട് നിൽക്കും എന്നത് തന്നെയാണ്. അങ്ങനെ നമുക്ക് സ്വർഗവുമായിട്ട് കൂടുതൽ അടുപ്പം വരുമ്പോൾ നമ്മുടെ വ്യഗ്രതകളെല്ലാം നമുക്ക് വിട്ടുകളയാൻ സാധിക്കും. നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 19-ാം പാരഗ്രാഫിൽ 2 ചെറിയ വാക്യങ്ങൾ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, എവരിത്തിങ് ഈസ് കണക്റ്റഡ്. 2, നോ വൺ ഈസ് സേവ്ഡ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. 2-ാമത്തേത്, നോ വൺ ഈസ് സേവ്ഡ് എലോൺ. നമ്മൾ മിഷണറിമാർ ഇന്നും അത് നമ്മുടെ ഊന്നൽ, സാളൂസ് അന്യമാരും ആത്മാക്കളുടെ രക്ഷ. പക്ഷേ അത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മളുടെ മറ്റു ജീവജാലങ്ങളോടൊപ്പം വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ആത്യന്തികമായിട്ട് ഈ പ്രപഞ്ചത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നോ വൺ ഈസ് സേവ്ഡ് എലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോസേഫിന് ദീർഘമായ 18 വർഷങ്ങൾ വലിയൊരു കോളേജിൽ കൂടെ ഓടി നടന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ മറ്റ് ഉത്തരവാദിത്വങ്ങൾ എല്ലാം അല്പം അനാരോഗ്യമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഈ ലോകം വിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ വളരെ സമാധാനത്തോടുകൂടി, ഒരു തത്രപ്പാടും മനസ്സില്ലാതെ ദൈവം പറഞ്ഞ ആ കാര്യം, പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ച ആ കാര്യം, 5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? ഏറ്റവും ചെറിയ ആ ജീവികളെക്കുറിച്ച് പോലുമുള്ള ദൈവത്തിൻ്റെ കരുതലാണ് അവിടെ പരിശുദ്ധ പിതാവ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാൽ മതി. ഹോംവേഡ് ജേർണി നമ്മളതിൻ്റെ ഒരു പ്രാരംഭമായിട്ടാണ് ഒരിക്കൽ കൂടെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. ഓരോ മരണം നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ ചാവറ പുണ്യവാനൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, വീട് മോക്ഷത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. വീട്ടിലേക്ക് പോവുക, മരണപ്പെടുമ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോയി ഹോംവേഡ് ജേർണിയിലാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം കണ്ട ആ വീട്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ വലിയ മാതാപിതാക്കൾ, മറ്റ് സഹോദരങ്ങൾ,
അവരുടെ എല്ലാം കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വ്യഗ്രതയില്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രയാസമില്ല, നമ്മുടെ വസ്ത്രത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായ ഇന്നതും ചിന്തകളൊന്നുമില്ല. അതാണ് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ്. അതുകൊണ്ട് ഹോംവേഡ് ജേർണിക്ക് മുമ്പ് നമ്മൾ സ്വന്തം വീട്ടിൽ വരുന്നത് മോക്ഷപ്രവേശനത്തിൻ്റെ ഒരു പ്രതീകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് നൽകിയ ആ ജീവൻ തിരിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദേശത്ത് ജന്മഗ്രഹത്തിൽ വരികയും നാം എല്ലാവരും വലിയൊരു പറ്റം ആളുകൾ, വിശ്വാസികൾ, സ്വന്തക്കാർ, വൈദികർ, കോളേജ് വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ വലിയൊരു ദിവസമായിട്ട് ഇതിനെ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവം നൽകുന്ന ജീവൻ ദാനമാണ്. അത് നമുക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും അതിന്മേലില്ല. ഇറ്റ് ക്യാൻ only be received graciously. നമുക്കത് വിനയപൂർവ്വം അത് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വളരെ ചരിത്രത്തോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന അച്ഛന് എന്നും കോളേജിൻ്റെ പല കാര്യങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈശോ പഠിപ്പിക്കുന്നതും വേദപുസ്തകം നമുക്ക് നൽകുന്നതും അതുതന്നെയാണല്ലോ. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് ദ പുവർ ആൻഡ് ദി ഒപ്രസ്ഡ്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് ലാസറസ്, not with the rich. God is always with Job, not with Job's friends. അതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന പാഠം. ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ സുദീർഘമായ കോളേജ് പഠിപ്പിക്കൽ കാലഘട്ടത്തിൽ ആ കോളേജിനെ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ കൂട്ടത്തിൽ ഒക്കെ ഇടപെടാനും അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിരുന്നു. വലിയ കോളേജുകളുടെയൊക്കെ മുമ്പിൽ യൂറോപ്പിലൊക്കെ പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലുള്ള ലങ്കാഷെയർ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൽ എഴുതിയിരിക്കുന്നത് എക്സ് സോളോ ആദ് സോളം, എക്സ് സോളോ ആദ് സോളം, ഫ്രം ദ എർത്ത് ടു ദ സൺ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എന്നതാണ്. അത് വലിയൊരു ആവേശത്തിൻ്റെ, നമ്മൾ പഠിച്ച് വളർന്ന് വലുതാകുന്നതിൻ്റെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ വിപുലീകരിക്കുന്നതിൻ്റെ എല്ലാം അടയാളമായിട്ടുള്ള ആപ്തവാക്യമാണ് എക്സ് സോളോ ആദ് സോളം. നമ്മുടെ എൽഫോൺ കോളേജിൻ്റെയും മോട്ടോ ആണല്ലോ ലൈറ്റഡ് ഫോർ ലൈഫ്. ഏതാണ്ട് തുല്യമായി നിൽക്കുന്ന കാര്യമാണ് ലൈറ്റഡ് ഫോർ ലൈഫ്. അത് അച്ഛന് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. ആ ജീവൻ പ്രകാശത്തിലേക്കുള്ള കടന്നുപോകലാണെന്ന് നന്നായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്. അച്ഛനെ ഇന്ന് നമ്മൾ പരിശുദ്ധയുടെ അവസാന ഭാഗത്ത് ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാം എടുക്കുകയാണ്. ദൈവാരാധനക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണത്. ഞാനതേക്കുറിച്ചൊരു നിമിഷം വന്ന് നിങ്ങളോട് സംസാരിച്ചു കൊള്ളട്ടെ. കുർബാനയ്ക്ക് ശേഷം നമ്മൾ എത്താപൂസ്ല് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രതിശരീരം വഹിച്ചുകൊണ്ട് പടിപടിയായിട്ട് പടികൾ ചവിട്ടി നമ്മൾ അൾത്താരയിലേക്ക്, ത്രോണോസിലേക്ക് വരികയാണ്. വേദശാസ്ത്രികൾ അതിന് പറയുന്നത് ഒരു വൈദിക വിദ്യാർത്ഥി മധുബഹായുടെ പടികൾ പലപ്പോഴായിട്ട് ചവിട്ടിയാണ് ചെറിയ പട്ടങ്ങൾ കയറി മുമ്പോട്ട് വരുന്നത്. അറിയാമല്ലോ, പൊതിയാക്കോന അല്ലെങ്കിൽ ഡയക്കണേറ്റൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പടിപടിയായിട്ട് ഐക്യലായിൽ നിന്ന് കയറി ഓരോ വർഷവും ആ പടികൾ ചവിട്ടി നമ്മൾ അൾത്താരയിലേക്ക് വരികയാണ്. അതിൻ്റെ സൂചനയായിട്ടാണ് മൃതരായ വൈദികരുടെ ശരീരം വൈദികർ സംവഹിച്ചുകൊണ്ട് അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നത്, മദ്ബഹായിക്ക് കൊണ്ടുവരുന്നത്. അവിടെ ചവിട്ടി കയറുന്ന ഓരോ പടിയും അതിൽ പങ്കെടുക്കുന്ന നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞ് നോട്ടത്തിൻ്റെ
ഒരു അവസരം കൂടിയാണ്. മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. എണ്ണമറ്റ ചുംബനങ്ങൾ ബലിപീഠത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബലിപീഠത്തെ നമ്മൾ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് ചുംബനത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹം എവിടെയെല്ലാം പരിശുദ്ധ കുർബാനയെ അർപ്പിച്ചുവോ അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണമായിട്ടാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നമ്മൾ ത്രോണോസിലേക്ക് കൊണ്ടുവരുന്നതും അൾത്താരയിൽ 3 തവണ നമ്മൾ മുട്ടിക്കുന്നതും. ഏതെല്ലാം ബലിപീഠത്തിൽ അദ്ദേഹം കുർബാന അർപ്പിച്ചാലും അദ്ദേഹത്തിൻ്റെ ജീവിത ബലിയാകുന്ന ആ കുർബാന ഇവിടെ നമ്മൾ ഒന്നുകൂടെ അത് കണ്ട് ഇൻറ്റേണലൈസ് ചെയ്യുകയാണ്. പുരോഹിതൻ്റെ വേർപാടിൽ ദേവാലയവും ബലിപീഠവും മദ്ബഹായും മദ്ബഹാ വിരിയും അനുഭവിക്കുന്ന വേദനയാണ് അവിടെ നമ്മൾ എണ്ണി കേൾക്കുന്നത്, അല്ലെങ്കിൽ സ്തുതിപ്പായിട്ട് പറയുന്നത്. കരയുന്ന ബലിപീഠത്തെയാണ് വൈദികൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത്. മരണമടഞ്ഞ പുരോഹിതനും യാത്രയാക്കുന്ന ദൈവജനവും തമ്മിലുള്ള സംഭാഷണമാണ് ആ വിടവാങ്ങലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള. ഏത് വൈദികനെയും മദ്ബഹായിലേക്ക് എടുക്കുന്നത് വൈദികരാണ്. വൈദികർ അത് വൈദിക കൂട്ടായ്മയുടെ പ്രസ്ബിറ്റേറിയത്തിൻ്റെ ഊനും പ്രസ്ബിറ്റേറിയം, 1 പ്രസ്ബിറ്ററേറ്റ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ജോസച്ചനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ബലിപീഠത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ രൂപതയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അച്ഛനും അദ്ദേഹത്തെ എടുക്കുകയാണ്. ഊനും പ്രസ്ബിറ്റേറിയത്തെ ഏറ്റവും ആത്മീയമായിട്ടുള്ള ഒരാവിഷ്കാരമാണ് വൈദികൻ്റെ മൃതശരീരം നമ്മൾ ബലിപീഠത്തിലേക്ക് ത്രോണോസിലേക്ക് എടുക്കുന്നതും താരയിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നതും. അത് വൈദിക കൂട്ടായ്മ നമ്മൾ പ്രഘോഷിക്കുകയാണ്. മദ്ബഹായിൽ നിന്ന് അച്ഛനെ ഇറക്കി നമ്മൾ ഹൈക്കലായിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഹൈക്കലായുടെ വടക്ക് വശത്തുള്ള വാതിലിലും പിന്നീട് നമ്മൾ തെക്ക് വശത്തുള്ള വാതിലിലും അതിനുശേഷം ആനവാതിലിലും അദ്ദേഹത്തെ ഇതുപോലെ നമ്മുടെ അടുത്ത് കൊണ്ടുപോയി മുട്ടിക്കുകയാണ്. അവിടെ ദൈവാരാധനയുടെ വലിയ പണ്ഡിതന്മാർ പറയുന്നത് ഈ വൈദികനെ കൊണ്ട് നമ്മൾ ഒരു സ്ലീവ വരപ്പിക്കുകയാണ്. മദ്ബഹായിലേക്ക് കൊണ്ടുവരുന്നു, വടക്കോട്ട് കൊണ്ടുപോകുന്നു, തെക്കോട്ട് കൊണ്ടുപോകുന്നു, ആനവാതിക്കലെത്തുന്നു. ഒരു കുരിശ് വരയ്ക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം മാർസ്ലീവായോട് ചേർന്നുള്ളതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഏലിയ സ്ലീവ മോശെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ സ്ലീവായെ നടുക്ക് നിർത്തി എല്ലാ ഓർമ്മകളും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. പുരോഹിതൻ്റെ ജീവിതം ഈശോയുടെ സ്ലീവായാൽ പുതപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരം സ്ലീവ അടയാളത്തിൽ അദ്ദേഹത്തെ നമ്മൾ പള്ളിക്കകത്ത് എടുക്കുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എടുത്ത് ഈ തിരുക്കർമ്മങ്ങളെല്ലാം നടത്തുന്നത് പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നതിന് സത്യപ്രബോധനം നൽകിയ ഒരു പുരോഹിതനെക്കുറിച്ചുള്ള ഓർമ്മയാണത്. അങ്ങനെ ബലിപീഠത്തോടും ദേവാലയത്തിൻ്റെ മറ്റു വശങ്ങളോടുമെല്ലാം നമ്മൾ അദ്ദേഹത്തെ എടുത്ത് യാത്ര ചോദിക്കുമ്പോൾ പറയുമ്പോൾ ദൈവജനത്തോടും വൈദിക സമൂഹത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ ബന്ധത്തെ നമ്മൾ ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് മനസ്സിൽ കൊണ്ടുവരികയാണ്. ദേവാലയത്തോടും സഹപുരോഹിതരോടും സ്നേഹിതരോടും യാത്ര പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ യാചിച്ചുകൊണ്ട് ആണ് ഈ എത്ത പൂസ്ലേക്ക് എന്നുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നത്. തന്നെ വിളിച്ച് സ്വന്തമാക്കിയ കർത്താവ് തനിക്ക് നിത്യതയുടെ കിരീടം ചാർത്തും എന്ന പ്രതീക്ഷയെക്കുറിച്ച് വിടവാങ്ങുന്ന പുരോഹിതൻ നമ്മളോട് സംസാരിക്കുകയാണ്. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. യാത്ര പറയുന്ന പുരോഹിതൻ നമ്മളോട് പറയുകയാണ്, ഞാൻ നല്ലപോലെ ഓടി, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കിരീടം കിട്ടും, ദൈവം എന്നെ നോക്കിയിരിക്കുകയാണ്, ഓട്ടം പൂർത്തിയാക്കി
എനിക്ക് സന്തോഷമേ ഉള്ളൂ പറയുന്ന കരയുന്ന ബലിപീഠത്തോടും കരയുന്ന ദൈവജനത്തോടും മരണപ്പെട്ട പുരോഹിതൻ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. കരയണ്ട, എനിക്കിത് അവകാശപ്പെട്ടതാണ്, എൻ്റെ കർത്താവ് എനിക്കിത് നൽകും എന്ന്. പുരോഹിതൻ തൻ്റെ ഉദാശകളിൽ വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന പരിശുദ്ധ റൂഹ ആത്മീയ ചിറകുകൾ നൽകി പുരോഹിതനെ തൻ്റെ നിത്യ വസതിയായ സ്വർഗത്തിലേക്ക് എടുക്കും എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയാണ്. ഒന്നും പേടിക്കേണ്ട, ഞാൻ ബലികൾ അർപ്പിച്ചപ്പോൾ മറ്റു കുദാശകൾ ചെയ്തപ്പോൾ പരിശുദ്ധ റൂഹായെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വിളിച്ച് ഇറക്കിയതാണ്. ആ റൂഹ ഇവിടെയുണ്ട്. ആ റൂഹ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ പാർക്കുവിൻ എന്ന് മരണപ്പെട്ട പുരോഹിതൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടിസ്ഥാനപരമായ സഭാദർശനവും മോക്ഷവിചാരവും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ചിന്തയും വൈദിക കൂട്ടായ്മയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളും എല്ലാം നമുക്ക് ഈ പ്രാർത്ഥനകൾ നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആത്മീയത ഒരുപക്ഷെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ലായിരിക്കും. ഇത് ഏലിയാ നബിയായെ അഗ്നിരഥത്തിൽ വഹിച്ചതിൻ്റെ ഓർമ്മയാണ് എന്നാണ് നമ്മളുടെ ഈ ശുശ്രൂഷയ്ക്ക് ഈ തിരുക്കർമ്മങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്ന വലിയ പണ്ഡിതന്മാർ, ആദിമസഭയുടെ പിതാക്കന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അഗ്നി രഥത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ കൊടുത്തുവിടുകയാണ്. അവസാനം ശോശപ്പ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ മറയ്ക്കുമ്പോൾ, അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്കാണ് നോക്കുന്നത്. മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വലിയ പ്രകാശമായിരുന്നു. ജനങ്ങൾക്ക് മോശയുടെ മുഖം നോക്കാൻ ധൈര്യം കിട്ടിയില്ല. മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് ദേവാലയത്തിലൂടെ സ്ലീവ വരച്ച് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മറയ്ക്കാതെ നോക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്വർഗത്തിൻ്റെ പ്രകാശമാണ്, ചെളിമയാണ് എന്നുള്ള ആ കർമ്മമാണ് ശോശപ്പ കൊണ്ട് മുഖം മറയ്ക്കുമ്പോൾ തിരുസഭ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പുനർവിചിന്തനം നടത്തുന്ന അവസരമാണ്. നമ്മുടെ ആ കർമ്മത്തിലെ എല്ലാ പ്രാർത്ഥനകളും അതുപോലെയാണ്. ഞാൻ ഒരു പാട്ടിനെക്കുറിച്ച് മാത്രം 2-3 നിമിഷങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ആധികാരികമായ ഉറവിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകളാണ് നമ്മളുടെ സഭയിലെ വൈദികരുടെ സംസാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ. അതെല്ലാം നമുക്ക് വലിയ സ്വാന്തനം നൽകുന്നു. നിരന്തരമായി നമ്മെ പഠിപ്പിക്കുന്ന പാഠശാലയാണ് അത് എന്ന് ദൈവജനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആഘോഷമായിട്ടുള്ള ഈ പ്രാർത്ഥന ശുശ്രൂഷകൾ നമ്മൾ നടത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ദീർഘമായ കാലഘട്ടങ്ങളിൽ അൽഫോൻസ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളുമെല്ലാം കോളേജിനെ അദ്ദേഹം വളരെയേറെ പോപ്പുലറാക്കിയിരുന്നു. അല്പം പോലും അതിശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ വരുന്ന സാധാരണക്കാരോട് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ മാനേജറുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രിൻസിപ്പലോടായിട്ടുള്ള അടുപ്പത്തിൽ, ശേഷവിധിയായിട്ട് അദ്ദേഹം ദീർഘനാൾ അതിൻ്റെ ബർസാറായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പണികളെല്ലാം അൽഫോൻസ കോളേജിൻ്റെ ജൂബിലി ബ്ലോക്ക്, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അച്ഛൻ ബർസാറായിരുന്നപ്പോൾ ചെയ്ത കാര്യമാണ്. അദ്ദേഹത്തിന് നല്ല നിശ്ചയം, കണക്ക്, സാമ്പത്തികം, പണമിടപാടുകൾ അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. സാധാരണമായ ഓർമ്മശക്തി അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. ഏത് കണക്കും ഏത് സമയത്തും ചോദിച്ചാൽ കെട്ടിടത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ളതാണെങ്കിലും സാമ്പത്തികത്തെക്കുറിച്ചുള്ള കാര്യമാണെങ്കിലും എല്ലാം നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അടുത്ത നാളിലും 4 ദിവസം മുമ്പ് കോളേജിൽ നടന്ന മീറ്റിങ്ങിൽ ദീർഘമായിട്ട് അദ്ദേഹം പ്രിൻസിപ്പലച്ചൻ പറഞ്ഞു, യോസച്ചൻ വെൽക്കം പറഞ്ഞോളും. അദ്ദേഹം ദീർഘമായ സമയമെടുത്ത് മാനേജർ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റെഫറൻസ് ഒന്നുമില്ലാതെ ദീർഘസമയമെടുത്ത്
എല്ലാവരെയും കോളേജിനെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് സംസാരിച്ചതും ഞാൻ ഓർക്കുകയാണ്. ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹത്തിന് നല്ല സുഖമില്ലായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ 2 മാസത്തോളം ചികിത്സയിലായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് മരുന്നുകളുമൊക്കെ അദ്ദേഹം ആ ഒരു കോശ സംബന്ധമായ ബുദ്ധിമുട്ടിൽ നിന്ന് പിന്നീട് പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ആശുപത്രിയിൽ അവർ ഡോക്ടർമാരെ, വിദഗ്ധരുടെ ഒരു സമൂഹം വളരെയേറെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അവരും മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നത് സാധ്യമല്ലാത്ത വിധത്തിൽ അച്ഛൻ്റെ അവയവങ്ങൾ പലതും മരണത്തോട് അടുത്തു കഴിഞ്ഞു, ബലഹീനമായി, ശക്തിയില്ല എന്നെല്ലാം. ദൈവത്തിൻ്റെ വിളിയാണത്, മരണവും ദൈവവിളിയാണ്, ദൈവത്തിൻ്റെ വിളിയാണ് എന്ന് നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളതിനെ കാണുമ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. 5 കുരുവികൾ 2 നാണയത്തിന്, 2 ചെറിയ പൈസയ്ക്ക് വിൽക്കപ്പെടുന്നില്ലേ? ഏറ്റവും കുഞ്ഞു കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്, ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പുരോഹിതനെ, ഇത്രയും പഠിപ്പുള്ള ഒരു പുരോഹിതനെ, ഇതുപോലെ ഓടി നടന്ന ഒരു പുരോഹിതനെ ദൈവം എത്ര അധികമായിട്ട് തൻ്റെ കരങ്ങളിലേക്ക് സ്വീകരിക്കും എന്നുള്ള ആ കാര്യമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. അദ്ദേഹം നല്ല വചന പ്രഘോഷകനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛനായ ജ്ഞാതിപരങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോയതൊക്കെ, അച്ഛന്മാരുടെ മന്ത്ലി റിക്കളക്ഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ ഞാനും ചിലതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സംസാരിക്കും, തിരുവചന വ്യാഖ്യാനം നല്ലതുപോലെ അറിയാമായിരുന്നു. അതെല്ലാം നമ്മൾ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. തിരുസന്നിധിയിലേക്ക് ദൈവം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നു, നിത്യവസതിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണല്ലോ. മോക്ഷ വിചാരങ്ങളോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. ഞാൻ അദ്ദേഹത്തെ കോളേജിൽ ഏറെ സ്നേഹത്തോടെ സംരക്ഷിച്ച പ്രോട്ടോസ് ജോസഫ് കോളേജിൻ്റെ എല്ലാം മാനേജരും കൂടിയാണ്. അച്ഛൻ വളരെ കരുതലോടുകൂടി ജോസഫച്ചനെ ഈ വർഷങ്ങളിലെല്ലാം കാണുകയും അദ്ദേഹത്തിൻ്റെ മികവ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അച്ഛന് ഡോക്ടർ ഷാജി അച്ഛന് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം, ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രിൻസിപ്പൽ നടത്തേണ്ട പല അഡ്രസ്സിങ്ങും അദ്ദേഹം പ്രസാരച്ചനെ ഏൽപ്പിക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി. അത് വലിയൊരു കൂട്ടായ്മയുടെ അടിസ്ഥാനപരമായ ഒരു ഒരുമിപ്പിൻ്റെ സ്വരമായിട്ട് ഈ നാടുകളിൽ ഞാനത് തിരിച്ചറിഞ്ഞു. വളരെ താല്പര്യത്തോടു കൂടിയാണ് പ്രിൻസിപ്പൽ അച്ഛന് അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹത്തെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തി കോളേജിൻ്റെയും രൂപതയുടെയും വളർച്ചയ്ക്കുമൊക്കെ ഉപകാരപ്പെടുത്തിയതും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ഒരുപാട് കുട്ടികൾ അൽഫോൻസ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവരോടെല്ലാം അച്ഛന് നല്ലൊരു കരുതലുണ്ടായിരുന്നു. എവിടെയെങ്കിലും അവർക്കൊരു അഡ്മിഷൻ കൊടുക്കാൻ പ്രൊവിഷൻ വന്നാൽ അപ്പോഴെല്ലാം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് അച്ഛൻ വലിയ തുറവിയോടുകൂടി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ 3-4 കുട്ടികൾ മറ്റൊരു സമുദായത്തിൽ ദിവസപ്പെട്ട കുട്ടികളാണ്, അച്ഛൻ്റെ ആദ്യമെങ്കിൽ പറ്റുമെങ്കിൽ കൊടുക്കണം. എനിക്കൊരു പരിചയ കുട്ടികൾ. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു അവർക്കെല്ലാം കൊടുത്തു, നമുക്ക് അവസരം കിട്ടി. അവർ ചോദിച്ച വിഷയം 4 പേർ 3 പേർക്കും ചോദിച്ച മേഖല തന്നെ കൊടുക്കാൻ പറ്റി എന്നെല്ലാം. അങ്ങനെ വളരെ കരുതലോടുകൂടി സാധാരണക്കാരോട് ഏർപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അച്ഛനെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. സമയ പരിമിതി പോലെ എൻ്റെ വാക്കുകൾ ഞാൻ സംസ്കരിക്കട്ടെ. എൻ്റെ വീട്ടിലെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഐസക്കേട്ട്, കുര്യൻ ചേട്ടന്, ചിന്നമ്മ ചേച്ചി, എൽസമ്മ ചേച്ചി, തിയാമ്മ ചേച്ചി, ഇങ്ങനെ ഇവർ ആണ് അച്ഛൻ്റെ സഹോദരങ്ങൾ. അവരെല്ലാവരും ഇവിടെയുണ്ട്. അച്ഛന് അവരെക്കുറിച്ചും പലപ്പോഴും എന്നോട് സംസാരിക്കുകയും കരുതലോടുകൂടിയുള്ള വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് അച്ഛനും പ്രിൻസിപ്പൽ അച്ഛനും സർവോപരി പ്രോട്ടോസും ജെല്ലൂസ് അച്ഛനുമൊക്കെ ഈ കർമ്മങ്ങൾ ഇതുപോലെ ഇവിടെ നടത്താനായിട്ട് വളരെയേറെ മണിക്കൂറുകൾ ചിലവഴിച്ചു. ഏറെ സ്നേഹത്തോടെ ഞാനത് ഓർക്കുകയാണ്. വലിയ കരുതലോടുകൂടി ഏറ്റവും സ്വന്തമായിട്ട് ഉള്ള ഒരു കാര്യം പോലെയാണ് ജോസച്ചൻ്റെ വേർപാടിൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ ഈ വലിയ പൊറോന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റും പ്രോട്ടോസും ജെല്ലൂസച്ചനും ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും സഹപ്രവർത്തകരും എല്ലാം പെരുമാറിയത് എന്നുകൂടി ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛനെ നമ്മൾ പ്രാർത്ഥിച്ചൊരുക്കി പരിശുദ്ധ കുർബാനയിലൂടെ തുടർന്നുള്ള തിരുക്കർമ്മത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊടുത്തുവിടുകയാണ്. പ്രതിമയ്ക്ക് നമുക്ക് സമർപ്പിക്കാം.
അൽഫോൻസാമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ അച്ഛൻ്റെ പേര് മഞ്ഞു പോകാതെ ചേർത്ത് നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.